ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. സാധാരണ നടക്കുന്നത് ഡിപ്പോയിൽ എങ്ങനെയാൽ സ്ഥിരം ഡ്രൈവർമാർ താമരശ്ശേരി റൂട്ട് പോകും, വയനാട് റൂട്ട് പോകും. ഈ എംപാനൽ ഡ്രൈവർമാരെ ഈ ഉറക്കമൊഴിച്ച് ദീർഘദൂര യാത്രയ്ക്ക് വിടുന്ന ഒരു പരിപാടി KSRTC നടക്കുന്നുണ്ട്. ധർമ്മടം പറഞ്ഞതിൽ പരിശോധിക്കേണ്ട ഒരു കാര്യമാണത്. അത് തീർച്ചയായിട്ടും ഇവരെ അടിച്ചേൽപ്പിക്കുന്ന ഒരിക്കലും പാടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ സ്ഥിരം ഡ്രൈവർമാർ, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾ, പക്ഷേ അവരും റിട്ടയർമെൻറ്റിൻ്റെ അടുത്തേക്കൊക്കെ എത്തുന്ന ആളുകൾ, അവർക്കും പല കണ്ണിൻ്റെയൊക്കെ പ്രോബ്ലങ്ങളുണ്ട്. ഇത് വല്ലാത്തൊരു പണിയല്ലേ ഈ വണ്ടി രാത്രി ഓടിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഐസൈറ്റ് ഒരു പ്രധാന കാര്യമാണ്. അപ്പോൾ അതിൽ ഈ ഏജ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും എഫിഷ്യൻ്റായിട്ടൊരു ഏജാണ് 31 വയസ്സ്. ഐസൈറ്റിനോ അല്ലെങ്കിൽ പ്രഷർ, ഹൈപ്പർ ടെൻഷൻ, ചിലർക്ക് പലതരത്തിലുള്ള മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെർമനൻ്റ്, ടെമ്പററി എന്നുള്ളതിനേക്കാളും ഏറ്റവും നല്ല എഫിഷ്യൻറ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള ആളെന്നാണ് കുറച്ചും കൂടെ നമുക്ക് സേഫ്റ്റിക്ക് നല്ലത്. അല്ല, ഇപ്പോൾ നമ്മൾ റിട്ടയർ ചെയ്യാൻ പോകുന്ന ആളാണ് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾ. അദ്ദേഹം ബാംഗ്ലൂർക്ക് പോട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ ഹൈപ്പർ ടെൻഷൻ്റെ മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അരോഗദൃഢഗാത്രരായിട്ടുള്ള ആളുകളാണ് എപ്പോഴും വണ്ടി ഓടിക്കാൻ നല്ലത്. അവർ പെർമനൻ്റ് ആയാലും ടെമ്പററി ആയാലും. നമുക്ക് ഈ വിഷയത്തിൽ അവസാനിപ്പിക്കാൻ തോന്നും. അതൊരു പുതിയ ഒരു കാര്യമാണ്. അത് ഡ്രൈവർ കം കണ്ടക്ടർ. അല്ല, അതിപ്പോൾ അടുത്ത കാലത്ത് വന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ 2-3 കൊല്ലമായിട്ടാണ്. നല്ല മാതൃകയാണത്. നല്ല മാതൃകയാണ്. അതിൽ പറയാം, അതിലിപ്പോൾ എല്ലാ കണ്ടക്ടർമാർക്കും ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റില്ല. നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞോട്ടെ, നമ്മളതൊക്കെ അതിൻ്റെ പ്രാക്ടിക്കൽ ഇതിൽ നോക്കുമ്പോൾ എല്ലാ കണ്ടക്ടർമാരോടും ഡ്രൈവിംഗ് പഠിക്കാൻ പറഞ്ഞാൽ, ഈ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വിഷയമല്ല. അവർ ഡ്രൈവ് ചെയ്യുന്ന അത്ര കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ അതിന് എഫിഷ്യൻ്റായിട്ടുള്ള ആൾക്കാർ വേണം. എഫിഷ്യൻസിയും അതിനുള്ള തയ്യാറും. ഒരു വലിയ വാഹനം കണ്ടക്ടറുടെ ജോലി ചെയ്യുന്നതും ഡ്രൈവറുടെ ജോലി ചെയ്യുന്നതും വല്ല അജഗജാന്തരമുണ്ട് അല്ലേ. അപ്പോൾ അതിന് തയ്യാറായ ആളുകളിൽ നിങ്ങൾ ഈ പറഞ്ഞ പ്രപ്പോസൽ നല്ലതാണ്. അപ്പോൾ കണ്ടക്ടർമാരിൽ നല്ല ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ഡ്രൈവിംഗ് താല്പര്യമുള്ളവരെ നമുക്ക് നോക്കാം. ഇനി പുതുതായിട്ട് ആളുകൾ എടുക്കുമ്പോൾ ഈ മൾട്ടി ടാസ്ക് ചെയ്യുന്ന കണ്ടക്ടറെ എടുക്കുന്ന സമയത്ത് ഡ്രൈവിങ്ങും കൂടെ, ഹെവി ലൈസൻസ് കൂടെ എടുക്കണമെന്ന് പറയുന്നത് യുക്തിസഹമാണ്. അല്ലാതെ ഇപ്പോൾ ഉള്ള കണ്ടക്ടർമാരെ ഡ്രൈവർമാരായി കൺവേർട്ട് ചെയ്ത് ലോങ് ട്രിപ്പിലൊക്കെ വിടുന്നത് എനിക്ക് അത്ര നമുക്ക് ഈ വിഷയം നമുക്ക് തീർക്കാൻ തോന്നും. കുടുംബത്തിന് 1 കോടി രൂപയെങ്കിലും കിട്ടും. ഇതൊരു താൽക്കാലിക ജീവനക്കാരന്റെ അപകടത്തിൽ മരിച്ചാൽ ആ കുടുംബം അനാഥമാണ്. ഈ 10 ലക്ഷം രൂപ അവന്റെ കുട്ടിയെ പഠിപ്പിക്കാൻ പോലും കഴിയില്ല. അതിലധികം കിട്ടും. ധർമ്മടം നോയിക്കോളൂ. രക്ഷാപ്രവർത്തനത്തിനിടെ പത്തനംതിട്ടയിൽ സസ്പെൻഷൻ ഉണ്ടായിരുന്നു. പ്രതിഷേധം ശക്തമാക്കുകയാണ് അവിടെയുള്ള മോട്ടോർ വാഹന സംഘടനകൾ. അവരിപ്പം എത്തിയടിക്കില്ല, ഡ്രൈവർ പണിക്ക് ഇറങ്ങില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഗതാഗത വകുപ്പ് വളരെ ശക്തമായ രീതിയിൽ തന്നെ നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. അധികാരം കൃത്യമായിട്ട് ഉപയോഗിക്കാവുള്ളൂ. അധികാരം എന്തും ചെയ്യാനുള്ളതല്ല. അവിടുത്തെ MP-മാരും MLA-മാരും അസാധാരണമായൊരു പ്രളയമല്ലേ പത്തനംതിട്ടയിലുണ്ടായത്. അതിനെ നേരിടാനായിട്ട് ഓഫ് റോഡ് വണ്ടികളോട് വരാൻ അഭ്യർത്ഥിച്ചു. ഓഫ് റോഡ് വണ്ടികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, വലിയ ടയറും പിന്നെ ക്ലിയറൻസ് കൂടുതലുള്ള വണ്ടികളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് മുകളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ആവശ്യത്തിലധികം വെച്ചതൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഈ ആഹ്വാനം അനുസരിച്ച് ഇത് ഉണ്ടാക്കുക എന്നുള്ളത് ചിലതിനൊരു കൗതുകമായിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടല്ലോ. അവരിറങ്ങി വന്നു. ഇനി അങ്ങനെ ഇറങ്ങി വന്ന ഒരു ഡ്രൈവർ, ഒരു വണ്ടിയുടെ ആൾ, ഞാൻ രക്ഷാപ്രവർത്തനത്തിന് വന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു തവണ അയാളെ വെറുതെ വിടണ്ടേ? അയാൾ ആക്സിഡൻ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അയാൾ യാതൊരു തരത്തിലുള്ള ഒരു ട്രാഫിക് പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഉള്ള അധികാരം അമിതമായി ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ചീത്ത ഉദാഹരണമാണ്. അതിനൊരു താൽക്കാലികമായിട്ടുള്ള എൻക്വയറി നടക്കുന്നുണ്ട്. സസ്പെൻഷൻ ഒരു ശിക്ഷയല്ല. സസ്പെൻഷൻ എൻക്വയറിയുടെ അടിസ്ഥാനത്തിലാണ്. അത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ വളരെ വേഗം തന്നെ അതിലൊരു തീരുമാനം എടുക്കും.
സർക്കാരിൻ്റെ അത്തരം കാര്യങ്ങളെല്ലാം വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നതാണ് അതിൻ്റെ ഉചിതം. ഞാൻ എൻ്റെ വകുപ്പിനെ കുറിച്ച് ഒതുങ്ങിയതെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പൊതുവിൽ രാഷ്ട്രീയം അതെ അല്ല, പൊതുവിൽ നമുക്കൊരു കൂട്ടുത്തരവാദിത്വവും നമുക്ക് രാഷ്ട്രീയമായിട്ട് നമ്മൾ UDF അല്ലേ. PM ശ്രീ എന്ന് പറയുന്നത് സൈൻ ചെയ്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ മന്ത്രിസഭയിൽ ഒരു വലിയ മന്ത്രിസഭാ ക്രൈസിസ് ഉണ്ടാക്കിയൊരു വിഷയമാണ്. പൊളിറ്റിക്കൽ ക്രൈസിസ് ഉണ്ടായി. CPM-ഉം CPI-യും തമ്മിൽ ഒരു വലിയ ഒരു മന്ത്രിസഭാ കുഴപ്പത്തിലേക്ക് അവരിനി മന്ത്രിസഭയിൽ നിന്ന് വിട്ടുപോകുമോ എന്നടക്കം സംശയിക്കുന്ന തരത്തിൽ അവരുടെ ഒന്നാമത്തെ ഘടകകക്ഷിയായ CPI ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ ഗവൺമെൻറ് PM ശ്രീയിൽ ഒപ്പിട്ടത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അത് പ്രതിപക്ഷത്തോട് പറയേണ്ട, അസംബ്ലിയോട് പറയേണ്ട, ക്യാബിനറ്റ് പ്രാക്ടീസ് അനുസരിച്ച് ക്യാബിനറ്റിനോട് പോലും പറഞ്ഞില്ല. ക്യാബിനറ്റിലെ 4 മന്ത്രിമാർ അതറിഞ്ഞില്ല എന്നുള്ള വിവരം GR അനിൽ നമ്മുടെ ബിനോയ് വിശ്വത്തോടൊപ്പം ചേർന്ന് പത്രസമ്മേളനം നടത്തി. വാസ്തവത്തിൽ ഇപ്പം നിങ്ങൾ കൂട്ടുത്തരവാദിത്വത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, GR അനിലെന്ന് രാജിവെക്കണ്ടേ? CPI മെമ്പർമാർ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കണ്ടേ? ഞാൻ പറഞ്ഞോട്ടെ. അപ്പോൾ അതുകൊണ്ട് PM ശ്രീ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വളരെ തെറ്റായിട്ടുള്ള ഒരാശയമാണ്. പൈസ കൊടുക്കുന്നതല്ല, അവരുടെ സിലബസുകൾ, അവരുടെ ആശയങ്ങൾ ഇന്ത്യയിലെമ്പാടും അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പരിശ്രമമാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല. പക്ഷേ ഇത് സൈൻ ചെയ്തത് ഞങ്ങളല്ല. അപ്പം അല്ല, അതെ, പറഞ്ഞോട്ടെ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു സബ് കമ്മിറ്റി വന്നല്ലോ, ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി വന്നല്ലോ. അവർ പറയട്ടെ, അതിനുശേഷം നമുക്ക് സംസാരിക്കാം, ക്യാബിനറ്റിൽ ചർച്ച ചെയ്യുള്ളൂ. അപ്പോൾ അത് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് PM ശ്രീയുടെ ആപത്തും കോൺഗ്രസിൻ്റെ AICCയുടെ അഭിപ്രായം അതാണല്ലോ. കോൺഗ്രസ് പാർട്ടിയാണല്ലോ നമ്മളെ നയിക്കുന്നത്. കോൺഗ്രസ് ഒരു ഘടകകക്ഷിയല്ലോ, നേതൃകക്ഷിയല്ലേ. അപ്പോൾ ആ നേതൃകക്ഷിയാണെങ്കിലും അതേപോലെ തന്നെ മുസ്ലിം ലീഗാണെങ്കിലും ഞങ്ങളാണെങ്കിലും ആരാണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ PM ശ്രീ പോലുള്ള നീക്കങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. പക്ഷേ ഗവൺമെൻറ് ഒരു തുടർച്ചയായതുകൊണ്ട് ഗവൺമെൻറ് സൈൻ ചെയ്തു. ആ സൈൻ ചെയ്ത കാര്യം എന്താണ് ചെയ്യേണ്ടതെന്ന് അന്വേഷിക്കാൻ ക്യാബിനറ്റ് ഒരു സബ് കമ്മിറ്റിയെ വെച്ചു. ആ സബ് കമ്മിറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുക. അതിനുശേഷം ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലാവും. അതിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്വം രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രിയായ CP ക്കുണ്ട്. എനിക്ക് കാരണം അത് കുറച്ച് ഓവറായിപ്പോയി. സ്വാഭാവികമായിട്ടും PM ശ്രീ ആയി കഴിഞ്ഞാൽ, വന്ദേമാതരം ആയി കഴിഞ്ഞാൽ ഈ കാര്യമൊക്കെ ഇങ്ങനെ സ്ലോ ഡൗൺ ആയിട്ട് ഇങ്ങനെ വരികയാണ്. അതിലൊരു ജാഗ്രത സർക്കാർ പാലിക്കേണ്ടത്. ജാഗ്രത പാലിക്കണം. അല്ല, അത് ഈ സബ് കമ്മിറ്റിയുടെ മുമ്പിൽ വരുമല്ലോ. സബ് കമ്മിറ്റിയിൽ ഇത് വരുമല്ലോ. ചെറിയ സബ് കമ്മിറ്റി അല്ലല്ലോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ സബ് കമ്മിറ്റി വരുമ്പോൾ നമ്മളത് കൃത്യമാകും. ഇന്നത്തേക്ക് നമുക്ക് അവസാനിപ്പിക്കാമല്ലോ. സംഭവിപ്പ് വരുന്നുണ്ട്. വ്യത്യസ്ത അഭിപ്രായമാണ്. പൂർണ്ണമായിട്ടും പാടണമെന്ന് പറയുന്നത്, പക്ഷേ നേരത്തെ ആ പാട്ട് തന്നെ പാടുമെന്നാണ് ചിലർ പറയുന്നത്. എങ്ങനെയായിരിക്കും? അല്ല, അത് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചുള്ള മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്കല്ല. വന്ദേമാതരം വളരെ മനോഹരമായിട്ടുള്ള ഒരു ദേശീയ ഗീതമാണ്. പക്ഷേ അതിൻ്റെ അവസാനത്തെ സ്റ്റാൻസയിൽ അന്നത്തെ കോണ്ടെക്സ്റ്റിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെയുള്ള സന്ദർഭങ്ങളിലുള്ളതിൽ അതിലൊരു ഭക്തിഗാനത്തിൻ്റെ സ്വരമുണ്ട്. ഭക്തിഗാനങ്ങളും മോശമൊന്നുമല്ല. നമ്മുടെ എത്രയോ ഭക്തിഗാനങ്ങൾ പിന്നെ എന്താ പറയുക, നിരീശ്വരവാദികൾ പോലും വളരെയധികം ആസ്വദിക്കുകയും നിരവധി ഭക്തിഗാനങ്ങൾ എഴുതിയത് വയലാറിനെ പോലുള്ള നാസ്തികരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഭക്തിഗാനങ്ങളോട് അലർജിയൊന്നുമില്ല. പക്ഷേ അതൊരു സെക്കുലർ സ്റ്റേറ്റിൽ ഒരു പ്രത്യേക മതത്തിൻ്റെ കാര്യങ്ങൾ ആലപിക്കുന്നതിൽ ഒരു തെറ്റുണ്ട് എന്നുള്ളതുകൊണ്ട് ഗാന്ധി, നെഹ്റു അടക്കമുള്ള ആളുകൾ ജീവിച്ചിരുന്ന കാലത്ത് വന്ദേമാതരത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഇത്ര സ്റ്റാൻസിയാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പോൾ BJP എന്താണ് ചെയ്യുന്നത് ചോദിച്ചാൽ ഇതിനെയൊക്കെ ഇങ്ങനെ പിൻപ്രിക്ക് ചെയ്യുകയാണ്. അതിൽ മുഴുവൻ പാടണമെന്ന് പറയുക, അപ്പോൾ അതിന് പാടിക്കാനുള്ള സംവിധാനം ചെയ്യുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വളരെ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ പാർട്ടിയുടെ അഭിപ്രായത്തിൽ, അപ്പോൾ അതാണല്ലോ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ പറയേണ്ടത്, CMPയുടെ അഭിപ്രായത്തിൽ നമ്മുടെ പാട്ടിൻ്റെ വന്ദേമാതരം എന്നുള്ള പാട്ടിൻ്റെ അല്ലെങ്കിൽ ആ ഗീതത്തിൻ്റെ, ദേശീയ ഗീതത്തിൻ്റെ ആദ്യത്തെ സ്റ്റാൻസ പണ്ട് AICC തീരുമാനിച്ച അത്രയും ഭാഗം അത് പാടിയാൽ മതി എന്നാണ് CMPയുടെ അഭിപ്രായം. റൈറ്റ്.
അപ്പോൾ കഴിഞ്ഞല്ലോ, അപ്പോൾ അന്വേഷണം ഉണ്ടല്ലോ. യെസ്, കഴിഞ്ഞു, മീറ്റിംഗ് കഴിഞ്ഞു. താങ്ക് യു. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇപ്പം ഇന്നാ മീറ്റിംഗ് നടന്നു. ഒഴിവുകളുണ്ട് വടകരയിലും അത് ഉടനെ തന്നെ അത് ശരിയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.